ഭാഗമാവണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് വന്നു തുടങ്ങിയത്. അല്ല കൃത്യമായിട്ടൊരു ഉത്തരം എനിക്കറിയില്ല. എപ്പോഴാണ് സിനിമ എന്ന് പറഞ്ഞ മാധ്യമത്തിനോട് നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഒരു ക്രേസ് ഉണ്ടല്ലോ. ഇതെന്താണ് നടക്കുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ടി വിക്കകത്ത് നമുക്ക് മമ്മൂക്കയെ ലാലേട്ടനെ കാണാൻ പറ്റുമെന്ന് ചെറുപ്പത്തിൽ ചോദിച്ച ചോദ്യത്തിൽ തുടങ്ങുമല്ലോ സിനിമയോടുള്ളൊരു ഫാസിനേഷൻ. അപ്പം നമ്മൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയാളം സിനിമ തന്നെയാണ് എന്നെ സിനിമയിലോട്ട് അട്രാക്റ്റ് ചെയ്ത മെയിൻ ഘടകങ്ങളിൽ ഇന്നും ഒരു 80% മെയിൻ ഘടകം മലയാളം സിനിമ തന്നെയാണ്. ആദ്യം മലയാളത്തിൽ ഇങ്ങനൊരു സിനിമയുണ്ടെന്നും അതിൽ ഇങ്ങനെ നടന്മാരൊക്കെ അഭിനയിക്കുന്നു, സംവിധായകരൊക്കെ ഉണ്ടെന്നും ഞാൻ ആദ്യം കണ്ട മലയാളത്തിലാണ്. അപ്പം എൻ്റെ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു മേജർ ഒരു സ്കൂൾ ഓഫ് എന്താണ് സിനിമ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലയാളം സിനിമകളാണ്. പിന്നെയാണ് തമിഴുണ്ടെന്നും ഭാഷയുണ്ടെന്നും തമിഴ്നാട്ടിലെ സിനിമകളുണ്ടെന്നും ഇംഗ്ലീഷ് സിനിമയൊക്കെ വളരെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഒരു ജുറാസിക് പാർക്കോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ വളരെ ഹിറ്റായി നമ്മൾ അറിയപ്പെട്ടിട്ട് നമ്മൾ എല്ലാവരും കാണുന്ന അങ്ങനത്തെ ഇംഗ്ലീഷ് സിനിമകൾ ഞാൻ കണ്ടുള്ളൂ. ഞാൻ ഇതുവരെ ഒരു കൊറിയൻ സിനിമയോ ഇസ്രായേലി സിനിമയോ ഒന്നും കണ്ടില്ല ആക്ച്വലി. അപ്പം കോളേജിൽ വന്നപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു എക്സ്പോഷർ കൂടി. നമ്മൾ വീണ്ടും ഈ സീരിയസ് മലയാളം സിനിമയിലോട്ട് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി സീരിയസ് മലയാളം സിനിമകൾ എന്നെ അത്ര എക്സൈറ്റ് ചെയ്തിട്ടില്ല. എന്നെ എക്സൈറ്റ് ചെയ്ത സിനിമകൾ നോക്കുകയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തേക്കുന്നത് ശ്രീനിവാസൻ സാറിൻ്റെയും പ്രിയദർശൻ സാറിൻ്റെയും എൻ്റർടൈനിങ്, അതേപോലെ തന്നെ ചിന്തിപ്പിക്കുന്ന കോൺസെപ്റ്റ്, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നർമ്മത്തിൻ്റെ ഒരു ഇതിൽ പൊതിഞ്ഞാണ് അവരെപ്പോഴും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ പെർഫോം ചെയ്യാൻ നമുക്ക് ഇന്ത്യക്ക് തന്നെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കുന്ന 2 വലിയ നടന്മാർ നമുക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നും അവരുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അപ്പം അതൊക്കെ തന്നെയായിരുന്നു സിനിമയിലോട്ടുള്ള നമ്മുടെ ഫാസിനേഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ കൂട്ടിയത്. ഇതെങ്ങനെ ചെയ്യുന്നോ ഇതൊന്ന് പഠിക്കാനായിരുന്നു എൻ്റെ ഒരു താല്പര്യം. അപ്പം ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു മേക്കറായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഭാഗ്യത്തിനാണ് ആ സമയത്ത് നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ വിനീത് എൻ്റെ ബാച്ചിൽ തന്നെയാണ് പഠിച്ചത്. അപ്പം വിനീതായിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോളേജിലെ കുഴപ്പമെന്ന് പറഞ്ഞാൽ സിനിമ ആസ്വാദകരുണ്ടായിരുന്നു എൻ്റെ കൂടെ. പക്ഷേ ഈ സിനിമയിലൂടെ വേറൊരു ഐഡിയയിൽ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് ആർക്കും അത് ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. എല്ലാവരും നല്ല ആസ്വാദകരാണ്. അപ്പം ഞാൻ അതിൽ വളരെ ബ്ലെസ്ഡ് ആയിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പം എൻ്റെ കൂടെ ഉള്ളൊരു പ്രദീപ് എന്ന് പറഞ്ഞാൽ ഇപ്പം ജർമ്മനിയിലാണ് വിവാഹം കഴിഞ്ഞ് സെറ്റിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രദീപൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായി നർമ്മം എൻജോയ് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പം അവരൊക്കെയാണ് അവരുടെ നിന്നൊക്കെയാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു രീതികൾ അറിയുന്നതും പഠിക്കുന്നതും. അപ്പം അങ്ങനെ വിനീത് മലർവാടി എഴുതി തുടങ്ങി. മലർവാടി കഴിഞ്ഞപ്പം ഞാൻ വിനീതിനെ അസിസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് ചോദിക്കാനിരിക്കുകയായിരുന്നു. അതിന് മുന്നേ വിനീതിൻ്റെ ഒരു കോൾ വന്നു, ഇതേപോലെ ഒരു ക്യാരക്ടർ നീ ചെയ്ത് നോക്ക്, നമുക്ക് ഓഡീഷൻ നടത്താം, നല്ലതാണെങ്കിൽ നീ ചെയ്യ്. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്ത് കിടക്കണം എന്നുള്ളൊരു സ്റ്റേറ്റിലായി. അപ്പം എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലിക്ക് ഞാൻ റിസൈൻ ചെയ്തു. ഇങ്ങനെ വെറുതെ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം ഒരു ദൈവം തന്നെ അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ കാണിച്ചു തന്നൊരു വഴിയാണ് വിനീതിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതും. നമുക്ക് ഏറ്റവും ആഗ്രഹമായ മേഖലയിൽ നമുക്ക് എനിക്കൊരു ലൈം ലൈറ്റ് തന്നെയാണ്, ആക്ടിങ് തന്നെയാണ് ലൈം ലൈറ്റ്. പക്ഷേ നമുക്കറിയില്ല അതൊരു സംഭവമായിരുന്നു തുടക്കത്തിൽ. കാര്യം നമ്മൾ സ്റ്റേജിലോ നാടകത്തിലോ അല്ലെങ്കിൽ മിമിക്രി മോണാക്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സ്റ്റേജ് ഫിയർ ഉള്ളൊരു വ്യക്തിയാണ് ഇപ്പോഴും. അപ്പം അത് ബ്രേക്ക് ചെയ്തെടുക്കാനുള്ളൊരു ഗ്യാപ്പ് ഇപ്പോഴും അതിൻ്റെ ഒരു ശ്രമത്തിലാണ്. അതാണ് ഈ ഇടയ്ക്ക് പോവുകയൊക്കെ ചെയ്യുമ്പം ഉള്ള കുഴപ്പം നമുക്ക്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു ടീച്ചർ, ഇവിടുത്തെ നല്ലൊരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഡയറക്ടറാണ്. അപ്പോൾ നല്ല ടീച്ചേഴ്സ്, ഏത് വിദ്യയും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ പഠിക്കുന്നത്. നല്ല ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല സ്റ്റുഡൻ്റ് ആവും. അങ്ങനെ നമുക്ക് നാളെ നല്ല ടീച്ചറാവാം. ഇപ്പം നല്ല കുറേ ടീച്ചേഴ്സിനെ ഫൈൻഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ എനിക്കൊരുപാട് ഭാഗം കിട്ടി. ഇപ്പോൾ വിനീതിൻ തുടങ്ങി വിനയ് ഗോവിന്ദ് എന്ന് പറഞ്ഞ ഡയറക്ടർ, ജോഷി സാർ എന്ന് പറഞ്ഞ ഡയറക്ടർ, അക്ബർ സാർ എന്ന് പറഞ്ഞ ഡയറക്ടർ, രഞ്ജിത്ത് ശങ്കർ സാർ എന്ന് പറയുന്ന ആൾ, നമ്മളുടെ ഓം ശാന്തി ചെയ്ത ജൂഡ് ആൻ്റണി ജോസഫ്. അങ്ങനെ സീനിയോറിറ്റി വൈസോ അല്ലെങ്കിൽ ചെറുപ്പോ പ്രായമൊന്നുമല്ല, പക്ഷേ സിനിമ എന്താണെന്ന് അവരുടെ സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒക്കെ എല്ലാ വ്യക്തികളും എനിക്ക് നല്ല ഡയറക്ടേഴ്സാണ്. കാരണം അവരിൽ നിന്നൊക്കെ എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ, ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ എവിടെയെങ്കിലും തന്നിട്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ബ്ലാങ്ക് ആയിട്ട് നിൽക്കത്തുള്ളൂ. പക്ഷെ അവർക്കിതാണ്. അപ്പോൾ അതാണ് ഈ ഓരോ ഡയറക്ടേഴ്സും, ഞാനിപ്പോൾ പറഞ്ഞ പേരുകൾ മിസ്സായി പോയവരുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞ പേരുകളെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എൻ്റെ ഒരു സ്പേസ് അല്ലെങ്കിൽ എൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി അവർ എനിക്ക് ഒരു സ്പേസ് തന്നിട്ട് അവിടെ നിന്ന് നമ്മളെ എങ്ങനെ ഇതിൽ നീ ചെയ്താൽ നിനക്ക് വൃത്തിയായിരിക്കും എന്ന് പറഞ്ഞു തരാൻ അറിയാവുന്ന ഡയറക്ടേഴ്സായിരുന്നു. അപ്പം അതുകൊണ്ട് അവരെല്ലാം എൻ്റെ ഗുരുക്കന്മാരാണ്. അപ്പം ഞാൻ അതൊക്കെ ഭാഗ്യമാണ്. ഇതൊക്കെ ഒരിക്കലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നതല്ലോ. നമ്മൾ സിനിമയിൽ എത്തിയത് ആഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ചാൻസ് വന്നു കഴിഞ്ഞിട്ട് ഇത് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് സിനിമകൾ വേണം. വെറുതെ സിനിമകൾ കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ആ സിനിമയെ മനസ്സിലാക്കി സിനിമയോട് ഇഷ്ടമുള്ള ഡയറക്ടേഴ്സ്. അപ്പം അതൊക്കെ ഇപ്പം നാളെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇപ്പം ഇതുവരെ ഏതെങ്കിലും കിട്ടി. അങ്ങനെയാണ്. നമ്മുടെ ഫാമിലിക്ക് ഒരു സിനിമ പാരമ്പര്യമില്ല.
സിനിമ തീർച്ചയായിട്ടും ഒരു ദൂരെ ഉള്ളൊരു മേഖലയാണ്. അപ്പം സിനിമ എന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴേ എന്താ പറയുക, സിനിമയോടുള്ളൊരു ക്രേസ് ഉണ്ട്. എൻ്റെ പാരൻസും നന്നായിട്ട് സിനിമ എൻജോയ് ചെയ്യുന്നവരാണ്. ഇവരൊക്കെ നല്ല പ്രേക്ഷകരാണ്. പക്ഷേ ഈ സിനിമയ്ക്കകത്തൊരു സാധാരണക്കാരൻ്റെ സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ കരുതുന്നൊരു ഫാമിലിയാണ് എൻ്റെ. അപ്പോൾ എൻ്റെ മദറിൻ്റെ സൈഡാണെങ്കിലും ഫാദറിൻ്റെ സൈഡാണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന മദറിൻ്റെ ബ്രദേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു. അപ്പം എൻ്റെ പാരൻസും വളരെ സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ അവർക്ക് ആകെ ഉണ്ടായിരുന്നൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠനം പൂർത്തിയാക്കുക. അപ്പം ഈ പറഞ്ഞ പോലെ ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കണം എന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ ഇവനെ കണ്ട് അങ്ങനത്തെ വിശേഷങ്ങൾ സൈഡിൽ പോകുന്നതിനൊപ്പം തന്നെ എന്തോ ഭാഗ്യത്തിന് എനിക്കൊന്ന് യൂണിവേഴ്സിറ്റിക്ക് പോലും നമ്മളെ താല്പര്യമില്ലാതായിട്ട് അവർ നമ്മളെ പാസ്സാക്കി വിട്ടു. അപ്പം അതോടെ ഞാൻ മനസ്സുകൊണ്ട് സെക്യൂർഡായി. കാര്യം അല്ലെങ്കിൽ ആ ഫാദറിനും മദറിനും വേണ്ടിയിരുന്നത്, അപ്പനും അമ്മയ്ക്കും വേണ്ടത് പഠനം തീർക്കുക എന്നുള്ളതായിരുന്നു. അത് തീർന്നപ്പോൾ ഞാനും ഓക്കെ റിലാക്സ്ഡായി. ഇനിയിപ്പോൾ ഇഷ്ടമുള്ളത് ചെയ്തോ, അപ്പോൾ സിനിമ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ചെയ്തോളൂ, അതായിരുന്നു അവരുടെ ഒരു ഉത്തരം. അപ്പം പിന്നെ എഗെയിൻ ഡിസൈൻ ബൈ ഈശ്വരൻ. ഈ വിനീത് എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്ക് 100% ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്തത്. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ എന്താകും എന്നുള്ളൊരു ചിന്തയൊന്നുമില്ലായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആക്ടിങ് വളരെ ആക്സിഡൻ്റൽ ആയതുകൊണ്ട് ഫസ്റ്റ് സിനിമ നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മൾ കിളയ്ക്കാൻ പറഞ്ഞാലും നമ്മൾ കിളയ്ക്കും, മടി പിടിച്ചിരിക്കുമെങ്കിലും ഇപ്പോൾ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ആ പണി ചെയ്യും. അല്ലാത്തപ്പോൾ നമ്മൾ ഒഴിഞ്ഞുറങ്ങിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫുഡൊക്കെ അടിച്ച് മൂലക്കൊക്കെ ഇരിക്കുമെങ്കിലും നമ്മൾ ഷൂട്ടിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ സീരിയസ് ആയിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഔട്ട് എന്താവുന്നോ, ഇത് കഴിഞ്ഞിട്ട് പടം കിട്ടുന്നു ഒന്നും നമ്മളാരും ബോധേഡല്ലായിരുന്നു. കാര്യം നമുക്കറിയില്ല അതെ ഇതൊരു പ്രോസസ്സാണെങ്കിൽ ഈ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് മറ്റ് സംവിധായകർ ഇത് കണ്ടിട്ടാണ് നമുക്ക് അവസരങ്ങൾ വരുന്നതും വിളിച്ചില്ലെങ്കിൽ നമ്മൾ പോയി കാണണമെന്നൊക്കെ പിന്നെയാണ്. പോസ്റ്റ് റിലീസ് ആയിട്ടുള്ള ലെസൺസ് ആയിരുന്നു. ആ സമയത്ത് നമുക്ക് ഈ വെയിലുള്ള പയ്യോ എന്തൊരു ചൂട്, അമ്മാതിരി ചൂടാണ്. ഒറ്റപ്പാലത്ത് മാർച്ച് ഏപ്രിൽ മെയ് ആണ് ഷൂട്ട് എടുക്കണേ, മാർച്ച് ഏപ്രിൽ. അപ്പം നമ്മൾ ഇതുവരെ അങ്ങനെ വളരെ എളുപ്പമുള്ള പണിയല്ലല്ലോ. ഈ പറഞ്ഞ ചെരുപ്പില്ലാതെ ഓടണമെങ്കിൽ ചെരുപ്പില്ലാതെ ഓടിയാലല്ലേ സ്ക്രീനിൽ കിട്ടുള്ളൂ. അപ്പം മനസ്സിലായി സിനിമ എളുപ്പമുള്ളൊരു പണിയല്ല. അതായത് ഫിസിക്കൽ സ്ട്രെയിൻ ആവശ്യമുണ്ട്. വെറുതെ ഒരു മോശം സിനിമ എന്നൊക്കെ പറഞ്ഞിറങ്ങി വരാൻ എളുപ്പമാണ്. എൻ്റെ പുറത്ത് ഇത്രയും പേരുടെ മെനക്കേട്, ഇത്രയും പേര് ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, റെസ്പെക്റ്റ് വരുന്നപ്പോഴാണ്. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് എളുപ്പമാണ് ഒരാളുടെ പ്രവൃത്തി അല്ലെങ്കിൽ ഒരു എഫേർട്ടിനെ നമുക്ക് എഴുതി തള്ളാൻ. ഇപ്പം ചേട്ടൻ വളരെ കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു കാര്യം വന്നു കഴിയുമ്പോൾ എന്താണ് ഇത്ര എളുപ്പമുള്ള കാര്യം ഞാൻ ചിന്തിച്ചിട്ട് അതിനെ റിജക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ആ ഷൂവിൽ ഇറങ്ങി കഴിയുമ്പം നമ്മളുടെ പിന്നെ നമുക്ക് ഏതൊരു ആക്ടറിനെ കാണുമ്പോഴും ആരാധനയോടൊപ്പം തന്നെ നമുക്ക് ഇവർക്ക് ഇത്രയും മെനക്കെട്ടല്ലേ, ഇവർക്ക് നമ്മൾ പറയും ഇവർ എ സിയിലിരിക്കുന്നു അല്ലെങ്കിൽ ഇവർ മേക്കപ്പ് ചെയ്യുന്നു. ഈ മേക്കപ്പൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് രാവിലെ 7 മണിക്ക് ഇടുന്നത് വൈകിട്ട് 9 മണി വരെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന കാര്യം ഒരു വിയർക്കുമ്പോൾ എടുത്ത് തുടയ്ക്കാൻ കിട്ടുന്ന റിലീഫ് പോലും അവർക്ക് കിട്ടണില്ലല്ലോ. അപ്പം നമുക്ക് ഇവരോട് റെസ്പെക്റ്റ് തോന്നി, നമ്മൾ ആ സീരിയസ് ആയിട്ട് ആ പ്രൊഫഷനെ കണ്ടു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെയായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴും എത്രയോ കാര്യങ്ങളിൽ ഞാൻ ഇഗ്നോറൻ്റാണ്, അമച്വറാണ്. ഇപ്പം നമുക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു കഥ കേൾക്കുമ്പം ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഗ്രാഫ് അറിഞ്ഞു തുടങ്ങിയിട്ടെന്നേ ഉള്ളൂ. ആ ഗ്രാഫ് ഒരുപാടുണ്ട്. അത് ഇനി എന്തൊക്കെ പഠിക്കാനുള്ളതെന്ന് എനിക്ക് ഇനിയും വരും സിനിമകളുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പറയാം.